എന്ത് സ്കില്ല് മാസ്റ്റർ ചെയ്യണമെങ്കിലും നമ്മൾ ഷോർട്ട് കട്ട്സിൽ പോകാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചു, നമ്മളെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷ ബൈ ദ ഏജ് ഓഫ് 4 നമ്മളെങ്ങനെ മാസ്റ്റർ ചെയ്തു എന്നുള്ളത്. ഇറ്റ് വാസ് ജസ്റ്റ് ബൈ ലിസണിങ് സ്കിൽസ് മാത്രമായിരുന്നു ആ കാര്യത്തിൽ നമ്മൾ ഉപയോഗിച്ചത്. നമുക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, മലയാളത്തിനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാർ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു, നമ്മളുടെ റിലേറ്റീവ്സ് നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു, നമ്മളെ നെയ്ബേഴ്സ് നാട്ടുകാരൊക്കെ സംസാരിക്കുന്നത് നമ്മൾ ഗ്രാജുവലി ശ്രദ്ധിച്ചു. ആൻഡ് വി മാസ്റ്റേർഡ് ദ ടഫസ്റ്റ് ലാംഗ്വേജ് ഓൺ ദിസ് പ്ലാനറ്റ്. സ്കൂൾ പോകുന്നതിന് മുന്നേ അല്ലേ? എത്ര സിമ്പിളാണ് സംഗതി. ഇറ്റ് വാസ് എ ഗ്രാജുവൽ പ്രോസസ്സ്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രോസസ്സിലൂടെയാണ് പോവുക. ഷോർട്ട് കട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് കാര്യം പഠിക്കണമെങ്കിലും അത് നമ്മളെ ചുറ്റും ഉണ്ടാവണം, അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവണം. ദാറ്റ്സ് എ സിംപ്ലസ്റ്റ് വേ. ഫോർ എക്സാമ്പിൾ, നമുക്ക് സ്വിമ്മിങ് പഠിക്കണം. നമ്മളെന്താ ചെയ്യുക? നമ്മളൊരു പോണ്ടിൻ്റെ കരയിൽ ഇങ്ങനെ പോയി നിന്ന് കുറേ നേരം ഇങ്ങനെ നിന്ന് നമ്മുടെ കീശയിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് ഇറങ്ങാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ടു ലേൺ സ്വിമ്മിങ് യു ഷുഡ് ബി ഇൻസൈഡ് ദ വാട്ടർ. അതിന് വേറെ വഴിയൊന്നുമില്ല അല്ലേ? വാട്ടർ ഷുഡ് ബി സറൗണ്ടിങ് യു. വെരി സിമ്പിൾ. എന്നിട്ട് നമ്മൾ അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി അതിന് ചെയ്തുകൊണ്ടിരുന്നാൽ യു വിൽ മാസ്റ്റർ ദാറ്റ് ആർട്ട്. എന്താ സ്വിമ്മിങ് നമ്മൾ മാസ്റ്റർ ചെയ്യും. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സൈക്ലിംഗ് പഠിക്കുന്നു. സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ജനറേഷനിൽ സൈക്ലിംഗ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തെ പോലെ ആ ബാക്ക് വീലിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 വീലൊന്നും ഇല്ലായിരുന്നു. ഓൺലി 2 വീൽസ് അല്ലേ? നമ്മളെ 1-2 പേര് സഹായിച്ചു. ഓൺ ദ ഫസ്റ്റ് ഡേ നമ്മൾ പല പ്രാവശ്യം വീണു. പക്ഷേ എന്താണ്, നമ്മൾ അത് വീണു കുറച്ച് നേരം മുന്നോട്ട് പോയി, ഒരു 5 മീറ്റർ പോയി, പിന്നെ ഒരു 10 മീറ്റർ പോയി, ഒരു 5-6 ദിവസം കഴിയുന്നേരം കുറച്ചും കൂടെ ദൂരം പോയി. അങ്ങനെ നമ്മൾ ഗ്രാജുവലി അത് മാസ്റ്റർ ചെയ്തു. പിന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താ? നമുക്ക് ഹാൻഡിൽ മേലെ നമ്മളെ കൈ പോലുമില്ല. യുവർ ഹാൻഡ്സ് ആർ ഓഫ് ദ ഹാൻഡിൽ ആൻഡ് യു ആർ ഫ്ലൈയിങ് ഓൺ എ ബൈസിക്കിൾ അല്ലേ? അതെങ്ങനെ സാധിച്ചത്? ബിക്കോസ് ഓൺ ദ ഫസ്റ്റ് ഡേ നമ്മൾ വിചാരിച്ചെന്താ, ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സൈക്ലിംഗ് ഓൺ ദ ഫസ്റ്റ് ഡേ. ബട്ട് ഓൺ ദ 30th ഡേ യുവർ ഹാൻഡ്സ് ആർ ഓഫ് ദ ഹാൻഡിൽ ആൻഡ് യു ആർ ഫ്ലൈയിങ് ഓൺ എ ബൈസിക്കിൾ. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇഫ് യു പ്രാക്ടീസ്, everything is easy in this world. If you don't practice, everything is tough in this world. ഈവൻ നമ്മൾ ഷൂ ലേസ് കെട്ടണമെങ്കിൽ പോലും നമുക്ക് പ്രാക്ടീസ് വേണം അല്ലേ? ഒരു ഷർട്ടിൻ്റെ ബട്ടൺ ഇടണമെങ്കിൽ പോലും നമുക്ക് പ്രാക്ടീസ് വേണം. ഇഫ് യു ഡൂ ദാറ്റ് ഡെയിലി, ഇറ്റ്സ് വെരി ഈസി. സോ അങ്ങനെയായിരിക്കണം നമ്മൾ ലാംഗ്വേജിനെ സമീപിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ലിസണിങ് സ്കിൽസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. യു ഷുഡ് ലിസൺ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുറേ പ്രാവശ്യം ഈ 2 ചെവിയിലെ കൂടെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കയറിയാൽ അത് ഈ വായിലെ കൂടെ പുറത്ത് വരുന്നുള്ളത് അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. അത് 100% ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സ്പെല്ലിങ് ചോദിച്ചിരുന്നല്ലോ, 12th സ്റ്റാൻഡേർഡ്. പലതും അത് കമൻറ്റ് ചെയ്തു. സിമ്പിളാണ്. നമ്മൾ പക്ഷേ എന്താണ്, നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ബോർഡിൽ എഴുതി തന്നത് പോലും 1, 2 എന്ന് എഴുതിയിട്ട് മേലെ TH ഇട്ട് 12th, അല്ലെങ്കിൽ റോമനിൽ ഒരു X ഇട്ടിട്ട് 2 1 ഇടും. അതപ്പോൾ റോമനിൽ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. 12th നമ്മൾ ഇതുവരെ നമ്മൾ ആൽഫബറ്റ്സിൽ എഴുതിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കത് മിസ്സായിപ്പോയി. ഈ സിമ്പിളാണത്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് ക്യൂ? നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ളത് ക്യൂ പാലിക്കുക. ക്യൂ എന്നുള്ള ആ ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ക്യൂ എന്നൊരു വേർഡാണ്. അതിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം. മറ്റേ വീഡിയോയിൽ നമുക്ക് ഈ ലിസണിങ് സ്കിൽസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.